നമസ്തേ. നമ്മുടെ രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ സർസംഘചാലക് ശ്രീ മോഹൻ ഭാഗവത് ചില നിർണായക വിവരങ്ങൾ നൽകിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നത്, അതായത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എത്തിയ RSSന്റെ സർസംഘചാലക് പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഒരു ചോദ്യോത്തര ഭാഗമുണ്ടായിരുന്നു. അതിൽ ഉയർന്നു വന്ന ഒരു ചോദ്യം, RSSന് രജിസ്ട്രേഷൻ വേണം എന്ന് കർണാടകയിലെ ഒരു മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നു. ഈ നിർദ്ദേശത്തെ എങ്ങനെയാണ് RSS കാണുന്നത്, അതിന് എന്തു മറുപടിയാണ് RSS നൽകുന്നത് എന്നാണ് ഒരു ചോദ്യം അവിടെ ഉയർന്നത്. അതിന് അദ്ദേഹം ഒരു നല്ല മറുപടിയും പറഞ്ഞു. RSS 100 വർഷമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്, RSSന് രജിസ്ട്രേഷൻ ആവശ്യമില്ല എന്ന്. എന്താണ് ശ്രീലെ ഈ RSSന്റെ സർസംഘചാലക് ഇങ്ങനെ രജിസ്ട്രേഷൻ വേണ്ട എന്ന് പറയുന്നതിലൂടെ വ്യക്തമാക്കുന്നത്? അതൊന്ന് വിശദീകരിച്ചാൽ നല്ലതായിരുന്നു. തീർച്ചയായിട്ടും കുറച്ച് ആൾക്കാർക്ക് ഏതെങ്കിലും സംഘടന രൂപീകരിച്ച് ഇവിടെ പ്രവർത്തിക്കണമെങ്കിൽ രജിസ്ട്രേഷൻ നിർബന്ധമൊന്നുമില്ല. രജിസ്ട്രേഷൻ അത്ര നിർബന്ധമുള്ള കാര്യവുമല്ല. രജിസ്ട്രേഷൻ നിർബന്ധമാകുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോ 2 തരത്തിലാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരമാണ് രജിസ്ട്രേഷൻ നടത്തുന്നത്. അതായത് ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് മത്സരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതുകൊണ്ട് അവർക്ക് രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോ മറ്റൊരു രീതിയിലാണെങ്കിൽ നിരവധി NGOകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തിക്കുന്ന NGOകൾക്ക് 2 തരത്തിൽ, FCRAയും അതുപോലെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് അനുസരിച്ചും FCRAയുടെ നിയമ ഭേദഗതി, FCRA നിയമവുമൊക്കെയായി ബന്ധപ്പെട്ടൊക്കെ ഇത്തരത്തിൽ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. RSS എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക ദേശീയത മുന്നോട്ട് വെക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ സംഘടനയാണ്. അത് മാത്രമല്ല, RSSനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ RSS എവിടെ നിന്നും പിരിവ് നടത്തുകയൊന്നുമല്ല ചെയ്യുന്നത്. RSSന്റെ വരുമാനം എന്ന് പറയുന്നത് RSSന്റെ പ്രവർത്തകർ RSSന് നൽകുന്ന ഗുരുദക്ഷിണയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഗുരുദക്ഷിണയിലൂടെയാണ് എല്ലാ വർഷവും എല്ലാവരും ഗുരുദക്ഷിണ അർപ്പിക്കാറുണ്ട്. ആ ഗുരുദക്ഷിണയിലൂടെ കിട്ടുന്ന പണമാണ് ഒരു വർഷം RSSന് പ്രവർത്തിക്കാനുള്ള മൂലധനമായി അവർ ഉപയോഗിക്കുന്നത്. അപ്പോ ഗുരുദക്ഷിണയായി കിട്ടുന്ന പണത്തിന് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ടാക്സ് റിഡക്ഷൻ കിട്ടുന്നത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട, ഇതിപ്പോ ഈ പ്രിയങ്ക ഖാർഗെ ആദ്യം തുടങ്ങി വെച്ച ഒരു ചോദ്യമല്ല. ഇത് നേരത്തെ ദിഗ്വിജയ് സിംഗ് ചോദിച്ചിരുന്നു. ദിഗ്വിജയ് സിംഗ് ഇതിന് കുറെ ശ്രമം നടത്തിയിരുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അന്നും ഇതേ നിലപാട് തന്നെയായിരുന്നു RSSന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. RSS രജിസ്ട്രേഡ് സംഘടനയല്ല, രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന തരത്തിൽ തന്നെയാണ് അന്നും പറഞ്ഞിരുന്നത്. ഇന്നും അത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ RSSന്റെ ഇപ്പോ അതായത് പ്രിയങ്ക ഖാർഗെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് അദ്ദേഹം പറഞ്ഞത്. ഹിന്ദുധർമ്മം തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നീടാണോ, അതായത് ഹിന്ദുധർമ്മം മുന്നോട്ട് വെക്കുന്ന ആ ധർമ്മം, ഹിന്ദു എന്ന് പറയുന്ന അവർ ഉദ്ദേശിക്കുന്നതല്ല, സാംസ്കാരിക ദേശീയത എന്ന് പറയുന്ന വേ ഓഫ് ലിവിങ് എന്ന് കോടതി പോലും വിശദീകരിച്ചിട്ടുള്ള അങ്ങനെയുള്ള ഒരു സംഘടനയാണ് RSS. അപ്പോ RSSന്റെ പ്രവർത്തനങ്ങൾ നിഗൂഢമാണ് എന്ന് പറയാനാണ് മറ്റൊരു തരത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ RSSന്റെ പ്രവർത്തനങ്ങൾ നിഗൂഢമാണെന്ന് പറയുമ്പോൾ അരമണിക്കൂർ ഏതെങ്കിലും മൈതാനത്തോ ഏതെങ്കിലും അമ്പലപ്പറമ്പിലോ പോയാൽ RSSന്റെ പ്രവർത്തനങ്ങൾ എന്താണ്, ഏതെങ്കിലും ഒരു തുറന്ന സ്ഥലത്ത് പോയാൽ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അതായത് ശാഖയിലാണല്ലോ ഇവർ പറയുന്നത്, ആയുധ പരിശീലനം ഒക്കെ നടത്തുന്ന സ്ഥലമാണ് ശാഖ എന്നാണല്ലോ ഇവർ പറയുന്നത്. അപ്പൊ ഒരു 10 മിനിറ്റ് അവിടെ പോയി നിന്ന് കണ്ടുകൊണ്ടിരുന്നാൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അത് കാണാത്തത് കൊണ്ടും അല്ല, ക്ലോസ് ആയി വാച്ച് ചെയ്യാത്തത് കൊണ്ടും ഒന്നും കൊണ്ടല്ല ഇവർ സത്യത്തിൽ ഇത് പറയുന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ RSSന്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്, ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ കഴിഞ്ഞ ദിവസം സന്ദീപ് ബജസ്പതിയോടാണെന്ന് തോന്നുന്നു ഒരു ചാനലിൽ ഇരുന്ന് ഒരാൾ ചോദിക്കുന്നത്, നിങ്ങൾ RSS മെമ്പർ ആണോ, RSSന് ഭരണഘടനയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരു SFIക്കാരൻ ചോദിക്കുന്നു. രജിസ്ട്രേഷൻ ഇല്ലാത്തതുകൊണ്ട് ആർക്കും എന്തും പറയാം. SFIക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ? ഇങ്ങനത്തെ സംഘടനകൾക്കൊന്നും ആകെ CPMന് മാത്രമേ രജിസ്ട്രേഷൻ ഉള്ളൂ, SFIക്ക് ഇല്ല. കേരളത്തിലെ CBCIക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ? അങ്ങനെയൊന്നും മത സംഘടനകൾക്കൊന്നും, അങ്ങനെ പല സംഘടനകൾക്ക് രജിസ്ട്രേഷൻ ഇല്ലാത്ത സംഘടനകളുണ്ട്. അതുകൊണ്ട് CBCI ഇവിടെ പ്രവർത്തിക്കേണ്ട എന്ന് പറയുമോ? അപ്പോ പല സംഘടനകൾക്കും അങ്ങനെ തന്നെയാണ്. ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് രജിസ്ട്രേഷൻ ഇല്ല, യുവജന സംഘടനകൾക്ക് രജിസ്ട്രേഷൻ ഇല്ല. അവരുടെ പോഷക സംഘടന എന്ന രീതിയിൽ അങ്ങ് പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കോ ഒന്നുമില്ല, DYFIക്കില്ല, യുവമോർച്ചയ്ക്കില്ല, ഒന്നുമില്ല, ഒരു പോഷക സംഘടനയ്ക്കും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിൽ
രജിസ്ട്രേഷൻ ഇല്ല. ഇത് അവര് മറ്റ് സംഘടനയുടെ പോഷക സംഘടന എന്ന രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നു എന്നതേ ഉള്ളൂ. ഈ CBCI പോലുള്ള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ എവിടെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെറുതെ ഞാൻ എന്തോ മഹാസംഭവമാണ് ഒന്ന് കേരളം അച്ഛനും ചെയ്യാൻ കഴിയുന്നത്. അച്ഛൻ ഒരു റബ്ബർ സ്റ്റാമ്പ് ആയിരുന്നു എന്ന് നമുക്കറിയാം. പ്രിയങ്ക ഖാർഗെയുടെ അച്ഛൻ ഇപ്പോ സോണിയാഗാന്ധിയുടെ വീട്ടിലെ റബ്ബർ സ്റ്റാമ്പാണ്. സോണിയാഗാന്ധിയുടെ കയ്യിലെ കളിപ്പാവ് റബ്ബർ സ്റ്റാമ്പുമാണ്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഞാനൊരു മഹാസംഭവമാണെന്ന് കാണിക്കാൻ, ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ പവർ എക്സസൈസ് ചെയ്യുന്നത് കാണിക്കാൻ, RSSനെതിരെ നിൽക്കാൻ കഴിവുള്ള ആളാണ് ഞാനെന്ന് കാണിക്കാനൊക്കെ ഒരു ശ്രമം മാത്രമാണ്. അത് കർണാടക രാഷ്ട്രീയത്തിലെ കർട്ടന് പുറകിൽ നടക്കുന്ന മറ്റു ചില ചരടുവലികളും നാടകങ്ങളുമാണ്. അതായത് DK ശിവകുമാർ, അവിടെ സിദ്ധരാമയ്യെ മാറ്റിയിട്ട് DK ശിവകുമാർ മുഖ്യമന്ത്രിയായിട്ട് വന്നു. DK ശിവകുമാറിന്റെ വരവ് ഒട്ടും ഇഷ്ടപ്പെടാത്ത നിരവധി കോൺഗ്രസ് നേതാക്കളുണ്ട്. അവരാണ് അതായത് DK ശിവകുമാറിനും കോൺഗ്രസിനും BJPക്കും ഒക്കെ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ ലിംഗായത്തുകളുടെയും മുക്കലിംഗരുടെയും ഒക്കെ വോട്ട് ആവശ്യമുണ്ട്. ഇതൊക്കെ ഒരു വോട്ട് ബാങ്കുകളാണ്. അവിടെ ജാതി രാഷ്ട്രീയം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ ആഴത്തിൽ വേരോടിയിരിക്കുന്ന ഒരു മണ്ണാണ് കർണാടകയിലേത്. അതുകൊണ്ട് തന്നെ ഈ സംഘടനകൾ, ഈ പറഞ്ഞ ജാതി സംഘടനകളൊക്കെ അവിടെ RSSും BJPയും ഒക്കെ ആയിട്ട് വളരെ അടുത്ത് ബന്ധമുള്ളവരാണ്. അപ്പോൾ ഇവരുടെ ഈ പറഞ്ഞ സമുദായങ്ങളുടെ പിന്തുണ കോൺഗ്രസിന് കിട്ടിയാൽ DK ശിവകുമാറിന്റെ തുടർഭരണം ഉറപ്പാണ്. അവിടെ DK ശിവകുമാറിനെ പരമാവധി ഈ സംഘടനകളിൽ നിന്ന് തെറ്റിക്കാൻ, അത് RSSുമായിട്ട് കൊമ്പ് കോർക്കാൻ, അപ്പോ കർണാടക സർക്കാർ RSSുമായിട്ട് കൊമ്പ് കോർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമുദായങ്ങളും തെറ്റും, ഈ കോൺഗ്രസിനോട് തെറ്റും. അങ്ങനെ കോൺഗ്രസിന് കിട്ടേണ്ട പിന്തുണ BJPക്ക് പൂർണ്ണമായിട്ടും പോകും. ഇതാണ് ഈ ഒരു രഹസ്യ ചരടുവലി അവിടെ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നുണ്ട്. കോൺഗ്രസ് വിഭാഗീയതയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. പറഞ്ഞോളൂ. തീർച്ചയായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ എന്തോ ഫലപ്രദമായി താൻ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ കർണാടകത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ താൻ യോഗ്യനാണ്. RSSനെ നേരിടാനുള്ള ശക്തിയൊക്കെ എനിക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ മറ്റാരേക്കാൾ, ഇപ്പൊ DK ശിവകുമാർ വന്നാലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും, സിദ്ധരാമയ്യ ഇരുന്നപ്പോഴോ ഒന്നും ഇത് സാധിച്ചിട്ടില്ല. ഞാൻ വന്നപ്പോൾ ഇതിനുള്ള ഒരു ശ്രമം നടത്തി നോക്കിയെന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമാണ്, ഒരു ചോരത്തിളപ്പ്, ചെറുപ്പത്തിലെ ചോരത്തിളപ്പാന്ന് തോന്നുന്നു, ശ്രമം മാത്രമാണ് ഇതിന്റെ പിന്നിൽ. അതിന്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും RSSനെ തൽക്കാലം രജിസ്റ്റർ ചെയ്യിപ്പിക്കാൻ പ്രിയങ്ക ഖാർഗെ വിചാരിച്ചാൽ നടക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് RSSനെ ഏതെങ്കിലും രീതിയിൽ ശല്യപ്പെടുത്താനോ അസ്വസ്ഥതപ്പെടുത്താനോ ഉള്ള നീക്കമാണ് നടത്തുന്നതെന്ന തോന്നലൊക്കെ പ്രിയങ്ക ഖാർഗെക്ക് ഉണ്ടായിരിക്കും. പക്ഷെ അത് RSSനെ സംബന്ധിച്ചിടത്തോളം തെല്ലും പൂസുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഒരു കത്ത് അയച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇത് ഏത് തരത്തിലുള്ള സംഘടനയാണ്, ഹിഡൻ സംഘടനയാണോ തീവ്രവാദ സംഘടനയാണോ എന്നൊക്കെ സംശയമുണ്ടെങ്കിൽ തൊട്ടടുത്ത സംസ്ഥാനത്ത് പോയി ആ രേവന്ത് റെഡ്ഡിയോടൊന്ന് ചോദിച്ചാൽ രേവന്ത് റെഡ്ഡി പറഞ്ഞു കൊടുക്കും അവിടെ തീവ്രവാദം നടത്തുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് പ്രിയങ്ക ഖാർഗെക്ക് ചോദിച്ച് പഠിക്കാവുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും RSSനെ സംബന്ധിച്ചിടത്തോളം 100 വർഷം തികഞ്ഞ RSSനെ, അതായത് എല്ലാ പ്രതാപത്തോടും കൂടി നിൽക്കുന്ന RSSനെ തനിക്ക് ചോദ്യം ചെയ്യാനും തടയിടാനും ഒക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധിച്ചു എന്ന രീതിയിൽ വളരെ വിശദമായി ശാഖകളെ കുറിച്ച് ഇത്ര ശാഖകളുണ്ട്, ഇത്ര ശാഖകളുണ്ട്, എത്ര പരിപാടികൾ നടത്തുന്നുണ്ട് എന്നൊക്കെയുള്ള കണക്ക് സംഘത്തിന്റെ തന്നെ കണക്കുദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്, ആ കത്ത് അയച്ചിട്ടുള്ളത്. നമുക്കറിയാം സംഘപരിവാർ സംഘടനകളെ സംബന്ധിച്ച് വളരെ നിഗൂഢമാണ് സംഘപരിവാറിന്റെ പ്രവർത്തനം എന്നൊക്കെയാണ് കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരും പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. നിഗൂഢമായ പ്രവർത്തനമല്ല. കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ സംഘടനകൾ, ഇവിടെ പല സംഘപരിവാർ പ്രസ്ഥാനങ്ങളും, അതായത് ഈ RSSുമായി ബന്ധപ്പെട്ട RSSന്റെ പരിവാർ സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പരിവാർ സംഘടനകളെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ABVP അടക്കം RSSന്റെ പരിവാർ സംഘടനയാണ്. ഇതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടും RSSനെ കുറിച്ച് അറിയാത്തതല്ല എന്ന് നമുക്ക് ബോധ്യമാകും. ഒരു സങ്കുചിതമായ രാഷ്ട്രീയ മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ RSS പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല, RSSനെ കുറിച്ച് അറിയരുത്, എന്തിനാണ് പേടിക്കുന്നത്? RSS ഒരു മോശപ്പെട്ട സംഘടനയാണ്, ഒരു വിഘടനവാദം ഞാൻ ചോദിക്കുന്നത്. ഐക്യം കൽപ്പിച്ച് മാറ്റി നിർത്തുന്നതിന്റെ പിന്നിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. RSS ഒരു മോശപ്പെട്ട സംഘടനയാണ്, ഒരു വിഘടനവാദം പഠിപ്പിക്കുന്ന സംഘടനയാണ്, RSS തീവ്രവാദം പഠിപ്പിക്കുന്ന സംഘടനയാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ തീവ്രവാദം പഠിപ്പിക്കുന്നതൊക്കെ പുറത്തു വരട്ടെന്നേ. എന്തിനാ നിങ്ങൾ വെപ്രാളപ്പെടുന്നത്? ഇപ്പൊ 3 VCമാർ വന്നു, VCമാർ കേട്ടിരുന്നെങ്കിൽ അവർ തീവ്രവാദം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ മോഹൻ ഭാഗവത് എന്തോ പഠിപ്പിച്ചെന്നുള്ളത് പൊതുജനങ്ങൾക്ക് മുഴുവൻ അറിയാം. അവിടെ എല്ലാവരും കേട്ടോണ്ടിരുന്നതാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത് നമുക്കറിയാം. ഇനി അത് അങ്ങനെ നിങ്ങളും 5 പേരെ വിടൂ,
നിങ്ങൾ 3-4 പേരെ ശാഖയിലേക്ക് വിടും. ഈ പ്രതിസന്ധിയുള്ള അല്ലെങ്കിൽ ഇവിടെ ഹിഡനായി പ്രവർത്തിക്കുന്നതെന്ന് പറയുന്ന പ്രമോദ് രാമന് വന്ന് നോക്കാവുന്നതാണ്. ഒരാഴ്ച പ്രമോദ് രാമൻ ശാഖയിൽ ഒന്ന് വന്ന് നോക്കൂ അവിടെ എന്താണ് നടക്കുന്നത്. വിട്ടാലൊരു കുഴപ്പമുണ്ട്, അങ്ങനെ വിട്ടാലൊരു കുഴപ്പമുണ്ട്. തിരിച്ചു വരില്ല. പണ്ട് ഇവരിങ്ങനെ ഒരാളിനെ വിട്ടു. ഇന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. കേന്ദ്രമന്ത്രിയാകും എന്നൊരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. കേന്ദ്രമന്ത്രി ആയിട്ടില്ല, പക്ഷെ അങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാം, സദാനന്ദൻ മാസ്റ്റർ. പണ്ട് അദ്ദേഹത്തെ ഈ CPM-കാരനായിരുന്ന സദാനന്ദൻ മാസ്റ്ററെ RSSന്റെ ശാഖ നടക്കുന്നത് എങ്ങനെയാണ്, RSSന്റെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പഠിക്കാൻ വിട്ടതാണ്. ആ പോയ ആള് ആദ്യമൊക്കെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും റിപ്പോർട്ട് കൊടുക്കും. പിന്നെ അത് 2 ദിവസത്തിലൊരിക്കലായി, പിന്നെ 3 ദിവസത്തിലൊരിക്കലായി, പിന്നെ ആഴ്ചയിലൊരിക്കലായി, പിന്നെ മാസത്തിലൊരിക്കലായി, പിന്നെ റിപ്പോർട്ടേ ഇല്ല. അദ്ദേഹത്തിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. അന്വേഷിച്ചപ്പോ ഒരു ദിവസം അദ്ദേഹം ഗണവേഷമൊക്കെ ധരിച്ച് ശാഖയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. CPM ഞെട്ടിത്തരിച്ചുപോയി. ഇതാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഇപ്പോഴും അവർ ആരെങ്കിലും ഈ പറഞ്ഞതുപോലെ RSSനെ കുറിച്ച് പഠിക്കാൻ വിട്ടാൽ ആ ആൾ RSS ആയി മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സ്വന്തം അണികളെ അവർ തന്നെ പറഞ്ഞ് RSSലേക്ക് വിടുന്നത് പോലെ ആയി പോകുന്നത്. അതുകൊണ്ട് അതിനവര് മുതിരില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവർ പേടിക്കുന്നത്. അതായത് ഇപ്പോ 3 VC-മാരെ പരിപാടി പങ്കെടുത്തു. VC-മാര് വിദ്യാഭ്യാസം ഉള്ളവരാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല. അവർക്ക് കാര്യങ്ങൾ കേട്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്നവരാണ്. മോഹൻ ഭാഗവത് എന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ അത് ഇത്ര വെപ്രാളം പിടിച്ചയ്യോ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്ന് വിചാരിച്ച് കേരളത്തിൽ ഇത്രയും വെപ്രാളം പിടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഏതൊരു വ്യക്തിക്കും ഏതൊരു പരിപാടിയിലും പങ്കെടുക്കാനുള്ള ധാർമ്മികമായ അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ റൈറ്റ് ആണത്. അവിടെ ഏതെങ്കിലും ഇപ്പോ ഒരു അധികാര സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിലാണ് അത് പ്രശ്നമാവുക. അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി കണ്ണൂർ മുൻ വൈസ് ചാൻസലർ പിടിച്ചിട്ടുണ്ട്. CPM-ന്റെ കൊടി പിടിച്ച് നടക്കുന്നൊരു വീഡിയോ നമ്മളെല്ലാം കണ്ടതാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തേക്ക് എന്നാലും പ്രശ്നമില്ല. കേരളത്തിൽ ഇവർ ഇന്നലെ ഞാൻ കണ്ടൊരു ചർച്ചയിൽ നിഷ സന്ദീപ് ജസ്പതിയോട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അക്കാദമിക് തലത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗത്തിലും പെട്ട, അതായത് RSSും ABVP-യും KSUവും SFIയും അങ്ങനെ പല രാഷ്ട്രീയ കാലാവസ്ഥയിൽ നിന്ന് വരുന്ന ആൾക്കാരെല്ലാം പ്രവർത്തിക്കുന്ന ആ കോളേജുകളുടെ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നവർ രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ പരിപാടിക്ക്, RSSന്റെ പരിപാടിക്ക് പോയത് ശരിയാണോ എന്നാണ് ചോദ്യം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ അധ്യാപക സംഘടനകൾ രാഷ്ട്രീയമല്ലേ പറയുന്നത്? അധ്യാപക സംഘടനകൾ രാഷ്ട്രീയത്തിന്റെ തണലിൽ എത്ര അധ്യാപക സംഘടനകൾ കേരളത്തിലുടനീളമുണ്ട്. എങ്ങനെയാണ് പിന്നീട് അവർക്ക് വൈസ് ചാൻസലർക്ക് മാത്രം, അതും RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് വൈസ് ചാൻസലർ എങ്ങനെയാണ് പറയുക? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തവും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരട്ടത്താപ്പാണ് എന്നുള്ളതാണ്. RSSനെ ചൊറിഞ്ഞാൽ വലിയ പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ RSSനോട് എതിരിടാൻ പറ്റുന്ന ഒരാളായി എന്ന തോന്നൽ ഉണ്ടാക്കുമെന്ന ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമം മാത്രമാണ് നടക്കുന്നത്. കേരളത്തിൽ ഒരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്താനും പ്രീതിപ്പെടുത്താനും വേണ്ടിയിട്ട് LDFും UDFും മത്സരിക്കുകയാണ്. അതിന് ചൂട്ടുപിടിക്കുകയാണ് ഒരു വിഭാഗം എന്ന് പറയണ്ട, ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മുസ്ലിം ലീഗ് പോലും അത്രയും പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷാജി ഉണ്ടായിരിക്കും, ഷാജി പഴയ രക്തം കിടക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഷാജിയുടെ ഒക്കെ ജാതീയമായ രക്തം എന്തൊക്കെ മതേതരത്വം ആ ഒരു രക്തം അവരുടെ ശരീരത്തുണ്ട് എന്നാണ് മതമാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ എത്ര മതേതരത്വം പറഞ്ഞാലും അവർ മതമാണെന്ന് പറയുമ്പോൾ പ്രശ്നമില്ല. ഇവിടെ നമ്മ ആലോചിച്ച് നോക്കൂ, സതീശന്റെ അച്ഛന്റെ പേര് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അച്ഛന്റെ പേര് ദാമോദര മേനോനാണെന്ന് പറഞ്ഞാൽ വലിയ പ്രതിസന്ധിയാണ്. അച്ഛന്റെ മുഴുവൻ പേര് പറയരുത്, എവിടെങ്കിലും പകുതിക്ക് വെച്ച് നിർത്തിയാൽ വലിയ സന്തോഷമായിരുന്നു. അപ്പൊ അങ്ങനെ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് ഇവിടുത്തെ ഹിന്ദുവിനുള്ളത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു പ്രൊപ്പഗണ്ട എന്നതിനപ്പുറത്തേക്ക് ഒരു കുന്തവും സംഭവിക്കാൻ പോകുന്നില്ല. പ്രിയങ്ക ഖാർഗെ ഇക്കാൾ വലിയ ദിഗ്വിജയ് സിംഗ് പറഞ്ഞിട്ട് നടന്നില്ല, പിന്നല്ലേ പ്രിയങ്ക ഖാർഗെ. അതുകൊണ്ട് കേരളത്തിലെ നേതാക്കളും ഈ വെള്ളം അങ്ങ് വാങ്ങി വെക്കുന്നതാണ് നല്ലത്. എത്ര തീയിട്ടാലും ഇത് തിളയ്ക്കാൻ പോകുന്നില്ല. അത് എങ്ങനെയാണോ അത് നേരത്തെ ഇരുന്നത് അതുപോലെ തന്നെ അതിരിക്കും. 100 വർഷമായിട്ട് ഒരു മാറ്റവും ഇല്ലാതെ, ഒരു പിളർപ്പുമില്ലാതെ ഈ രാജ്യത്ത് ഈ മണ്ണിൽ തഴച്ചു വളർന്ന ഒരു വലിയ ആൾവൃക്ഷമായി നിലകൊള്ളുന്ന ഒരു മഹത്തായ ആശയത്തിന്റെ പേരാണ്, ഒരു മഹത്തായ പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. അതിന്റെ ദേശീയതയെ, അതിന്റെ ദേശസ്നേഹത്തെ, ദേശത്തിന് വേണ്ടി ആത്മസമർപ്പണം ചെയ്യാനുള്ള അതിന്റെ ത്വരയെ ഒന്നും
നിങ്ങൾക്ക് ഒരു ചെറു വിരൽ കൊണ്ട് പോലും ഒന്ന് സ്പർശിക്കാൻ കഴിയില്ല. അതിന്റെ ഒരു രോമത്തിന് പോലും കേടുവരുത്താൻ നിങ്ങൾ ആരും വിചാരിച്ചാൽ സാധിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം. നന്ദി.